know that. So obviously, I expect the same thing from many of you. And since you have asked me, I said I'll talk to you for 5 or 10 minutes. First of all, I just would like to start with രണ്ട് മൂന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയാനുള്ളത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ I just want to reiterate it here. Number one, it's about you. All of you know that you are a student in CET, and all of you know that you are one among the best in the state, in the country, and probably in the world. But then how many of you actually believe in yourself? How many of you really believe that you are one among the best available in the country? I think hardly few of you realize that you are one among the best people, best youngsters available in the country. So whatever you do in the field, in the chosen field, or whatever you want to do in your future, one thing is important. It doesn't matter which field you are going to choose. One thing is most important is that you have to believe in yourself. നിങ്ങൾ കേരളത്തിലുള്ള മൊത്തം കുട്ടികളിൽ എൻട്രൻസ് എക്സാം എഴുതിയ വന്നിട്ടുള്ള കുട്ടികളിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കുറച്ച് സെലക്റ്റഡ് കുട്ടികളാണ് CET-ൽ പഠിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നിങ്ങൾ സംസ്ഥാനത്ത് തന്നെ അല്ലെങ്കിൽ രാജ്യത്തെ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആളുകളാണ്, ഏറ്റവും വലിയ വലിയ കാര്യങ്ങൾ ശരിക്കും ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആളുകളാണ് എന്ന ഒരു തിരിച്ചറിവ് I don't think when you are a student, many of you have got. ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണ്ട ഒരു കാര്യം ഈ ഒരു സെൽഫ് റിയലൈസേഷൻ ആണ് തോന്നുന്നു. രണ്ടാമതുള്ള ഒരു കാര്യം, though you have written such a competitive exam, though you have been selected here, most of you actually have not chosen or selected which field you want to be in the future. I seriously doubt that maybe 10 to 20% maximum might have set a goal already, might have selected the right field wherein you want to be, say after 5 years or 10 years. അപ്പോൾ ഫീൽഡ് ഏത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് you have to make a decision at the earliest. I'm not saying that you have to take a decision right now, but then at least you have to take a decision at the earliest. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ it doesn't matter, like probably you are doing a computer science and you don't have to be in the computer field itself. It's the same with any other stream. പക്ഷേ you have to have an idea which field you are going to be. Say ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മലയാളം മൂവി ഇൻഡസ്ട്രി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള മിക്കവാറും എനിക്ക് തോന്നുന്നു ന്യൂ കമേഴ്സ് ആയിട്ടുള്ള ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ സ്ക്രീൻ റൈറ്റേഴ്സോ അങ്ങനെ ആരെ എടുത്തു നോക്കിയാലും അവരെല്ലാം തന്നെ അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് ദം ആർ ഫ്രം എഞ്ചിനീയറിംഗ് ഫീൽഡ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ലെറ്റ് ഇറ്റ് ബി എനിത്തിങ്. ലൈക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിൽ വരുന്ന ഏറ്റവും നല്ല തീം റെസ്റ്റോറൻറ്റ്സ് എടുത്ത് നോക്കിക്കോളും. I've been here in Trivandrum. എനിക്ക് തോന്നുന്നു 40 feet ആണെന്ന് തോന്നുന്നു. One restaurant I've been. അവിടുത്തെ കുട്ടികളോട് ചോദിച്ചു നോക്കുമ്പോൾ they are also some engineering graduates, if I remember right. ഈ ആളുകൾ 3-4 ഗ്രാജുവേറ്റ്സ് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു വെഞ്ചറാണ്. So anything like that. I just said a restaurant's name. So you take a startup. സെയിം കേസ് തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്ന കൺവെൻഷണൽ ആയിട്ടുള്ള നിങ്ങളുടെ ഫീൽഡുകളിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള 2-3 എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വിച്ച് എവർ ബി ദി ഫീൽഡ്, ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു സ്റ്റാർട്ട് ഏർലി. That doesn't mean that you have selected some particular field and you started working for that from tomorrow onwards. No. At least നിങ്ങൾക്കൊരു ചെറിയ ക്ലാരിറ്റി, ചെറിയൊരു തോട്ട് പ്രോസസ് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ, which field you want to be in എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ that's going to be really helpful. കാരണം നമ്മുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഡൈവേഴ്സ് ആണ്. നമുക്ക് പലപ്പോഴും വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒട്ടേറെ ചോയ്സ് നമ്മുടെ മുന്നിലുണ്ടാക്കും. ആസ് എ ഗ്രാജുവേറ്റ് ഡിഗ്രി സ്റ്റുഡൻറ്റ് നിങ്ങൾ പലപ്പോഴും ഈ പറയുന്ന 3-4 ഓപ്ഷൻസിൽ
കൺഫ്യൂസ്ഡ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരുമല്ല, തീർച്ചയായിട്ടും ഒരു 10% അതിൽ ക്ലാരിറ്റി ഉള്ള ആളുകൾ ഉണ്ടാകും. പക്ഷേ ബാക്കിയുള്ള മെജോറിറ്റി ആളുകളും തീർച്ചയായിട്ടും you will have at least 2-3 options, and you will be actually wondering about which field I have to be in the future എന്നുള്ള കാര്യത്തിന്. കാരണം എല്ലാത്തിനും അതിൻ്റെതായ പ്ലസും മൈനസും ഉണ്ടാകും. സോ ഇതിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫീൽഡ് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. 2, അത് വൺസ് ആ ഫീൽഡ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫീൽഡിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ചധികം റിസർച്ച് ചെയ്യേണ്ടതുണ്ട്. I'll tell you why. Because നമുക്ക് ഒരു പർട്ടിക്കുലർ ഫീൽഡിനെ കുറിച്ച് ഒരു ഡിസിഷൻ നമ്മൾ എടുത്തു വച്ചിട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ലിമിറ്റഡ് ഇൻഫർമേഷൻ ബേസിലായിരിക്കും. ആ ലിമിറ്റഡ് ഇൻഫർമേഷൻ ആയിരിക്കില്ല റിയാലിറ്റി. ഫോർ എക്സാമ്പിൾ, I'll talk about സിവിൽ സർവീസ് എക്സാം. സിവിൽ സർവീസ് എക്സാമിനെ കുറിച്ച് എനിക്ക് തോന്നുന്നത്, സിവിൽ സർവീസ് എക്സാം എഴുതുന്ന കുട്ടികളിൽ മേ ബി പേരൻസ് IAS ഓഫീസേഴ്സോ അല്ലെങ്കിൽ മറ്റ് സിവിൽ സർവൻസോ ആയിട്ടുള്ള കുട്ടികൾ ഒഴികെയുള്ള എക്സാം എഴുതുന്ന മൊത്തം കുട്ടികളിൽ ഒരു 95% അല്ലെങ്കിൽ 98% ആളുകൾക്കും ആക്ച്വൽ സിവിൽ സർവീസ് എന്താണെന്നോ സിവിൽ സർവീസിൽ എന്താണ് സംഭവിക്കുന്നതെന്നോ ഗ്രാഹ്യമുണ്ടാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. I never had an idea, though my own brother was in service. എനിക്ക് വലിയ കാര്യമായിട്ട് ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ലിമിറ്റഡ് ഇൻഫർമേഷന്റെ ബേസിൽ നമ്മളൊരു ഡിസിഷൻ എടുക്കുകയും ഭാവിയിൽ നമ്മൾ പ്രതീക്ഷിച്ചതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആണെന്ന് ഒരു പക്ഷേ നമ്മൾ ഫീൽഡിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം തിരിച്ചറിയുകയും ചെയ്താൽ you may not get enough time to switch your career. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ പ്രശ്നം വരാതിരിക്കാനായിട്ട് നിങ്ങൾ ഒരു ഫീൽഡ് ചൂസ് ചെയ്യുകയും ആ ചൂസ് ചെയ്ത ഫീൽഡിൽ എന്തൊക്കെയാണ് ആക്ച്വൽ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒന്ന് അഡ്വാൻസ് ആയിട്ട് അറിഞ്ഞിരിക്കുന്നതും നന്നാവും എന്ന് എനിക്ക് തോന്നുന്നു. മൂന്നാമത് പറയാനുള്ളത്, you have to explore the opportunities available. It's not that the conventional so many fields which we already know, അതല്ല നിലവിലുള്ള അവൈലബിൾ ഓപ്ഷൻസ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻസ് നിങ്ങൾ അറിയണമെങ്കിൽ you have to read a lot, you have to talk to people who are in this particular field or whatever field which you think which you will be in the future. അപ്പോൾ അങ്ങനെയുള്ള ഫീൽഡിലുള്ള ആളുകളോട് സംസാരിക്കുകയും ആ ഫീൽഡിലുള്ള അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഒത്തിരി വായിക്കുകയും ചെയ്യേണ്ടത് ഒരാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും. Again, I'll tell you one example from civil service field. എനിക്ക് തോന്നുന്നു say maybe up to 1980s or so, സിവിൽ സർവീസ് എക്സാം എഴുതിയിരുന്ന ആളുകൾ, പ്രിപ്പയർ ചെയ്തിരുന്ന ആളുകൾ പലപ്പോഴും ഏറ്റവും വലിയ ലൈബ്രറികളിൽ പോയിരുന്ന് അവിടെയുള്ള വലിയ തടിച്ച പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്തിട്ട് പഠിച്ചിരുന്ന ആളുകളാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ you could see that if you are a serious student, if you really want to be a civil servant, you don't even have to get out of your house. You can just sit inside your room, you can browse the internet, 100% of the material is available with you. So is it a plus point or a minus point? It's a plus and minus point, I must say. Why? Because see, once the material is available for those committed students, it's actually a big advantage. But then for those not so committed students, it is a disadvantage. Why? Because somebody who is sitting at home and reading for say 20 hours might definitely be much knowledgeable than somebody who is reading for say 3 hours, 4 hours or 5 hours. So അങ്ങനെയുള്ള ആളുകളോടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടി വരിക എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, the available resources, the available knowledge, the opportunities are actually vast, which you have to explore. You have to get fundamental information about all these things. അതിനെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ ഡിസിഷൻസ് എടുക്കാനും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച 3-4 പോയിന്റ്സ് ഇത് മാത്രമാണ്. ഒന്ന്, you have to realize that you are one among the best in the country, and you have to realize, you have to instill that thought inside you. You must believe in yourself, number one. Number two, whichever be the field you want to be in, you have to set a goal
You have to actually move in that direction, even though it is a very slow pace, but still you have to start today or at the earliest. And the last thing is that there are a lot of opportunities available compared to the conventional fields which were there maybe last 30 years back. There are a lot of new available opportunities available around, which you have to actually search for and catch hold of them. ഇതിന്റെ ബേസിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യു സ്റ്റാൻഡ് എ ചാൻസ്. അത് നമുക്ക് പണ്ടുണ്ടായിരുന്ന ഒരു പക്ഷേ നിങ്ങളുടെ കോളേജിൽ തന്നെ 30 വർഷം മുന്നേ പഠിച്ചിറങ്ങിയ ബിടെക് ഗ്രാജുവേറ്റ്സ് അവരുടെ ഗ്രാജുവേഷന്റെ സമയത്ത് അവർക്കുണ്ടായിരുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു നോക്കൂ. I don't know, probably many of them might have thought about being an engineering college lecturer. I don't know, maybe that. Otherwise, maybe they might have migrated outside. Maybe they might have opted for a big corporate firm. I don't know. ഇതൊക്കെ ആയിരുന്നു ലിമിറ്റഡ് ഓപ്ഷൻസ് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് 100 കണക്കിനാണ്. ഞാനൊരു ലാസ്റ്റ് ഉദാഹരണം മാത്രം പറഞ്ഞിട്ട് നിർത്താം. ഫ്രൈഡേ ക്ലബ് എന്ന പേരിൽ ഡോക്ടർ SS ലാൽ നടത്തുന്ന ഒരു സെഷനുണ്ട് എവറി ഫ്രൈഡേ ഈവനിങ് 7 o'clock or 8 o'clock. ആ സെഷനിൽ ഒരു ദിവസം ബൈ ചാൻസ് ഞാൻ പങ്കെടുത്തു. അതിൽ ഒരു one forgot her name, some Suresh, somebody, I'll tell the name later. ഒരാൾ പങ്കെടുത്തു. Okay, one Reshma, I think Reshma Suresh or someone. This lady studied in Trikakara Engineering College. She graduated from that college in 2012, right? അവിടെ നിന്ന് പാസ്സാകുമ്പോൾ അവർക്കുണ്ടായിരുന്ന ഒരു കോണ്ടാക്റ്റിന്റെ ബേസിൽ ഷീ വർക്ക്ഡ് ഇൻ എ ഫേം, ഒരു സ്റ്റാർട്ടപ്പിൽ, മുംബൈയിലെ ഒരു സ്റ്റാർട്ടപ്പിലാണ് ജോയിൻ ചെയ്തത്. Though she has got options for some good IT firms like Infosys. അങ്ങനെ ഒരു ഓപ്ഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും പുള്ളിക്കാരി ജോയിൻ ചെയ്തത് ഒരു സ്റ്റാർട്ടപ്പ് ഫേമിലായിരുന്നു, മുംബൈയിലോ മറ്റോ ഉള്ളത്. അവിടെ ഷീ വർക്ക്ഡ് ഫോർ 5 years. അതൊരു AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആയിരുന്നു. അതിനുശേഷം ഷീ ഈസ് വർക്കിംഗ് റൈറ്റ് നൗ ഇൻ US. ദ സെയിം ഫേം തന്നെ മറ്റൊരു ഫേമിലാണ്, യെസ്, സെയിം AI ഫീൽഡിലുള്ള മറ്റൊരു ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്, US-ലാണ്. ആൻഡ് ഷീ ഈസ് ദി ഹെഡ് ഓഫ് ഐ തിങ്ക് മാർക്കറ്റിംഗ് ഓർ സംതിങ്, an internationally established AI firm, and she is working as a marketing head or something, running around the world, talking about this AI, doing business with different countries and all sorts. Appo noku 2012 is not very far, like it's just 10 years back. 10 years മുന്നേ നിങ്ങളെ പോലെ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരാളുടെ ഒരു കരിയറിനും ഒരു പ്രൊഫൈലിനെ കുറിച്ചുമാണ് ഞാൻ സംസാരിച്ചത്. ഇത് നിങ്ങൾക്ക് തന്നെ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഫ്രൈഡേ ഹൗസ് എന്നാണ് അത് എൻ്റെ ഓർമ്മ. ഡോക്ടർ SS ലാലിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോയി കഴിഞ്ഞാൽ കാണാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഒട്ടേറെ അവൈലബിൾ ആണ്. പക്ഷേ there are a lot of issues with that. You know that it's a risky affair. കാരണം നമുക്കുള്ള നാട്ടിലുള്ള ഒരു കോളേജിലെ ലെക്ചറർ ആകുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു സ്കൂളിലെ ടീച്ചർ ആകുന്നത് പോലെ, അല്ലെങ്കിൽ ഗവൺമെന്റിലെ ഒരു ജോലി കിട്ടുന്നത് പോലെ അത്ര ഈസി ആയിട്ടുള്ള, അത്ര റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ലാതെ a lot of risk involved. ആ റിസ്ക് എടുക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് തീർച്ചയായിട്ടും ആ ഫ്യൂച്ചറും സാധ്യതകളും ഉള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു I even crossed 15 minutes, so I'm not going to bother you much more here right now. നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ആൻഡ് ദിസ് ഇസ് ആക്ച്വലി വെരി ഡിഫിക്കൽട്ട് ടു ടോക്ക് ടു യു ഗൈസ് in a blank screen, because I can't see even a single person here. Only names are available. Like when we attend online meetings, this is what we do, and it's actually very difficult to talk when you see only names here. So probably if you have some questions, you can ask me, I think. Thank you, sir. Now we are heading over to the interactive section.
So ആർക്കെങ്കിലും questions ചോദിക്കാനുണ്ടെങ്കിൽ you can type it in the chat box and we'll read out your names. Probably some of you can switch it on your camera as well. So actually Zoom meeting 100 people constrained under, so we have a live streaming on YouTube too. So we have our first question in the chat box. Sean, can you switch on your camera and unmute? Audio video on akano. Hello sir. Yeah, whatever you like. So I'll read out the first question. How to approach government as an entrepreneur? ഇത് വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് ഓൺടർപ്രിനർ എന്ന നിലയ്ക്ക് നമുക്ക് ഏത് തരത്തിലുള്ള ആക്ടിവിറ്റിയാണ് വിച്ച് യു ആർ പ്ലാനിങ് ടു ഡു എന്നുള്ളതിന് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എവിടെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ തീരുമാനിക്കുന്നത്. നമ്പർ 1. നമ്പർ 2, ഒരു ഓൺടർപ്രിനർക്ക് ആവശ്യമുള്ളത് എന്താണെന്നുള്ളത് അനുസരിച്ചിട്ടാണ് തീർച്ചയായിട്ടും അവർക്കുള്ള അസിസ്റ്റൻസും കിട്ടുന്നുണ്ടാവുക. ഇറ്റ്സ് നോട്ട് ദാറ്റ് you approach one particular department and you come up with some idea and they will be there to help you out in all the possible aspects. അങ്ങനെ ഒരു പോസിബിലിറ്റി തൽക്കാലം ഇല്ല. നമുക്ക് ആവശ്യമുള്ളത് സേ ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾക്ക് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലായിരിക്കും അപ്രോച്ച് ചെയ്യേണ്ടിണ്ടാവുക. അതിൽ തന്നെ സേ അഗ്രികൾച്ചർ പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി ആണെങ്കിൽ, സേ ഫുഡ് പ്രോസസ്സിംഗ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ അതിന് അവൈലബിൾ ആയിട്ടുള്ള സ്കീംസ് നിലവിലുണ്ടാകും. ഓരോ പർട്ടിക്കുലർ ഫീൽഡിനും റിലേറ്റഡ് ആയിട്ടുള്ള ഒട്ടേറെ സ്കീംസ് ഉണ്ടാകും. അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഓൾറെഡി എക്സിസ്റ്റിംഗ് സ്കീംസ് ഉണ്ടാകും, പുതിയ സ്കീംസ് ഉണ്ടാകും. സിമിലർലി സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീംസും ഉണ്ടാകും. അപ്പം വാട്ട് യു ഹാവ് ടു ഡു ഈസ് ലൈക്ക് ഫസ്റ്റ് യു ഫിഗർ ഔട്ട് വിച്ച് ഫീൽഡ് you want to be in as an entrepreneur. Number 2, what kind of assistance are you looking forward to? എന്ന് വെച്ചാൽ സേ നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള അസിസ്റ്റൻസ് ആയിരിക്കും ആവശ്യം ഉണ്ടാവുക. ചിലപ്പോൾ അവിടെയുള്ള ഗവൺമെന്റ് പെർമിഷൻ സൈഡായിരിക്കും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവുക, ചിലപ്പോൾ ഫിനാൻസ് ആയിരിക്കും ആവശ്യം ഉണ്ടാവുക. സേ ഞാൻ നേരത്തെ പറഞ്ഞ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ പുതിയൊരു സ്കീം നിലവിൽ റണ്ണിംഗ് ഉണ്ട്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നാണ് അതിന്റെ പേര്. ഇത് അവർ ചെയ്യുന്നത് അപ് ടു സേ 2 crore rupees 1% വരെ ഇൻട്രസ്റ്റ്, ജസ്റ്റ് 1% ഇൻട്രസ്റ്റിന് അപ് ടു 2 crore വരെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഒരു സ്കീമാണ്. അത് ഇൻഡിവിജ്വൽസ് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 5 to 6% മറ്റോ ആണ് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ഒരു സ്കീം അവൈലബിൾ ആണ്. അത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് വഴിയാണ് വരുന്നുണ്ടാവുക, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വഴിയും വരുന്നുണ്ട്. അപ്പോൾ ദിസ് ഈസ് സംതിങ് വിച്ച് ഐ റിമെമ്പർ റൈറ്റ് നൗ. അപ്പോൾ ഫിനാൻസിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഉണ്ടാകും. സേ നമുക്ക് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്റർ എന്ന് പറഞ്ഞ DIC എന്ന് പറയുന്ന ഒരു സംവിധാനം ജില്ലാതലത്തിലുണ്ട്. ആ DICക്ക് ഒരു ജനറൽ മാനേജർ ഉണ്ടാകും എല്ലാ ജില്ലകളിലും. അത് ആ ജില്ലകളിൽ തുടങ്ങുന്ന ഒരു പുതിയ ഓൺടർപ്രിനർഷിപ്പില് നിങ്ങളൊരു പുതിയ എന്റർപ്രിനർ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒട്ടേറെ സബ്സിഡീസ് അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് ബാക്ക്വേർഡ് ഡിസ്ട്രിക്ട്സിൽ വിമൻ എന്റർപ്രിനേഴ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന്റെ അപ് ടു 40% സബ്സിഡി ആയിട്ട് കൊടുക്കാനുള്ള ഒരു സ്കീം അവിടെയുണ്ട്. അത് ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ആണ് അത് കെയർ ചെയ്യുന്നുണ്ടാവുക. DIC എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലെ GMനെയാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നുണ്ടാവുക. ഞാൻ പറഞ്ഞ 2 സ്പെസിഫിക് ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത്തരത്തില് നിങ്ങളുടെ ഏതാണ് ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എന്ത് ആക്ടിവിറ്റിയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്,
ഏത് തരത്തിലുള്ള അസിസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളതിന്റെ ബേസിൽ അവൈലബിൾ ആയിട്ടുള്ള സ്കീമിനെ കുറിച്ച് നിങ്ങളൊരു റിസർച്ച് നടത്തിയതിനു ശേഷം ആ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്ന് തോന്നുന്നു. Since it is a very general question, I can answer only this way, I think. Thank you so much, sir. Now we have Ananda Padmanabhan for the next question. Yes, hello sir. എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ആസ് എ സിവിൽ സർവൻറ്റ് നമുക്ക് കിട്ടുന്ന റെസ്പോൺസിബിലിറ്റീസ്, നമുക്കുള്ള പവേഴ്സ്, ലൈക്ക് അതിനെപ്പറ്റി ബ്രീഫ് ആയിട്ടൊന്ന് പറയാമോ? ആൻഡ് ഹൗ ഡസ് ലൈക്ക് അതിന്റെ എക്സ്റ്റെൻഡ് വെൻ ഇറ്റ് കംസ് ടു ഹെൽപ്പിംഗ് ദ ലോവർ സ്ട്രാറ്റ ഓഫ് സൊസൈറ്റി, അതിനെക്കുറിച്ച് പറയാമോ? ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് ചോദിക്കാമോ? സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ലൈക്ക് കിട്ടുന്ന പവേഴ്സ് വെച്ചിട്ട് അതിന് ലൈക്ക് ഒരു എക്സ്റ്റെൻഡ് ഉണ്ടോ, ലൈക്ക് വെൻ ഇറ്റ് കംസ് ടു ഹെൽപ്പിംഗ് പീപ്പിൾ? എനിക്ക് തോന്നുന്നു നല്ല ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സർവീസിൽ സാധാരണ ജനങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിലും പവർഫുൾ ആയിട്ടുള്ള ഒരു ജോബ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും കിട്ടാനില്ല. കാരണം വിച്ച് എവർ ബി ദി പോസ്റ്റ് യു ആർ ഇൻ, ആ പോസ്റ്റിലെല്ലാം ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ആ ഡിപ്പാർട്ട്മെന്റിലെല്ലാം സാധാരണക്കാരെ ഹെൽപ്പ് ചെയ്യാനുള്ള പദ്ധതികൾ പ്ലാൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഉദാഹരണത്തിന് ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. സേ when I joined as registered cooperative societies, ഇതിൽ വന്നപ്പോൾ നമ്മുടെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഓൺലൈൻ സ്കൂളുകൾ, ക്ലാസ്സുകൾ, കോളേജുകളെല്ലാം ഓൺലൈനിലേക്ക് സ്വിച്ച് ചെയ്ത ആ സമയത്താണ്, ലാസ്റ്റ് ഇയർ. ആ സമയത്തുണ്ടായിരുന്ന ഒരു മേജർ ക്രൈസിസ് എന്ന് പറയുന്നത് സാധാരണ മനുഷ്യർക്ക് ഓൺലൈൻ കുട്ടികൾക്ക്, സ്കൂൾ കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഓൺലൈൻ ക്ലാസ് നടത്തുന്നതിന് മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ ഇല്ല എന്നുള്ളൊരു വിഷയമായിരുന്നു. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത ഒരു സ്കീം 10,000 രൂപ വരെ വിലയുള്ള ഒരു മൊബൈൽ ഫോൺ ഒരു കുട്ടിക്ക് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ലോൺ കൊടുക്കുക എന്നുള്ളതാണ്. 24 മാസം കൊണ്ട് തിരിച്ചെടുക്കാൻ മതി. അപ്പം മാസം 500 രൂപ കൊടുത്താൽ തന്നെ ഇത് 2 വർഷം കൊണ്ട് ഈസി ആയിട്ട് അടച്ചു തീർക്കാനായിട്ട് പറ്റും. മാസം 500 രൂപ എന്ന് പറയുന്നത് 15 രൂപ, 20 രൂപ താഴെയാണ് ഡെയിലി വരിക. അപ്പം ഇത്തരത്തിലുള്ള ഒരു സ്കീം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഐഡിയ, നാട്ടിലുള്ള ഏറ്റവും പാവപ്പെട്ട ഒരു സ്മാർട്ട് ഫോൺ പോലും കാശ് കൊടുത്ത് വാങ്ങാൻ നിവൃത്തിയില്ലാത്ത വീടുകളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സംവിധാനം ചെയ്യാന്നുള്ളതാണ്. നാച്ചുറലി കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ നിന്നും ഒരു ലോൺ അവൈൽ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ അവിടുത്തെ മെമ്പർ ആയിരിക്കണം, അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ബി എ മെമ്പർ ഓഫ് ദാറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതിന്റെ ഒരു ജൂറിസ്ഡിക്ഷനിൽ വരണം എന്നൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം നമുക്ക് വൈവ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ഒരു സ്കീം നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പരമാവധി 5 ലക്ഷം രൂപ വരെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുക്കാം എന്നുള്ള ഒരു കണ്ടീഷനാണ് ഞങ്ങൾ ആദ്യം വെച്ചത്. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് 50 ഫോൺ വരെ കൊടുക്കാം. പക്ഷെ പിന്നീട് അത് നമ്മൾ 100 ഫോൺ വരെ ആയിട്ട് ഉയർത്തി. കാരണം അത്രയ്ക്കധികം ഡിമാൻഡ്സ് ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, കറക്റ്റ് നമ്പർ എനിക്ക് ഓർമ്മയില്ല, അറൌണ്ട് 85,000 മൊബൈൽ ഫോൺസ് ഓൾസോ ആണ് ഞങ്ങൾ ഈ ഒരൊറ്റ പദ്ധതിയിലൂടെ കൊടുത്തത്. നൗ എനിക്ക് തോന്നുന്നില്ല സാധാരണ നാട്ടിൽ പഠിക്കുന്ന ഏതൊരു പാവപ്പെട്ട കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു സ്കീം, ആ സ്കീം വഴി 1000 അല്ലെങ്കിൽ 10,000 ഫോൺ കൊടുത്ത ഏതെങ്കിലും ഒരു വലിയ CSR പ്രോഗ്രാമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രോഗ്രാം എൻ്റെ അറിവിൽ ഇതുവരെ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ ഒരു ചെറിയ ഡിപ്പാർട്ട്മെന്റ് വഴി ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയിലൂടെ അറൌണ്ട് 80,000+ മൊബൈൽ ഫോൺസ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റിയത്. ആ സെയിം ഇതിൽ തന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ കുറെ കുട്ടികൾ വന്നിട്ട് പറഞ്ഞു, സർ ഞങ്ങളെല്ലാം കോളേജ് സ്റ്റുഡൻസ് ആണ്, ഞങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് വാങ്ങാനുള്ള ഒരു സംവിധാനം കൂടി വേണം എന്നുള്ള ഒരു ഡിമാൻഡ് വെച്ചിരുന്നു. അത് ഓൾറെഡി എനിക്ക് നേരത്തെ അറിയാമായിരുന്ന ഒരു ആവശ്യമായിരുന്നു. കുറെ വോളണ്ടിയേഴ്സുമായിട്ട് കൂടെ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസിന്റെ ബേസിൽ സെയിം ഒരു പ്രോഗ്രാം 40,000 റുപ്പീസ് അഗെയിൻ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട്, അതല്ലെങ്കിൽ മാക്സിമം 4% ഇൻട്രസ്റ്റില് ഇൻ 2 years ടൈം റീപേ ചെയ്യുന്ന ഒരു തരത്തിലെ ഒരു പദ്ധതി ഡിസൈൻ ചെയ്ത് ഞാൻ ഗവൺമെന്റ് കൊടുത്തിരുന്നു. അത് ഗവൺമെന്റിന്റെ കൺസിഡറേഷനിലാണ് ഇപ്പോൾ. ഞാൻ പറഞ്ഞ വെറും ചെറിയ രണ്ട് പദ്ധതികൾ മാത്രമാണ് പറഞ്ഞത്. ഇത്തരത്തില് ഏതൊരു ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ ആലോചിച്ചാലും അതിലെല്ലാം ഏറ്റവും
സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള 100 തരത്തിലുള്ള പദ്ധതികൾ based on your own idea. You are the single person who is going to take a decision on this. ഇതിൽ നിങ്ങൾ പോയി നിങ്ങളുടെ മിനിസ്റ്ററെ അല്ലെങ്കിൽ സെക്രട്ടറിയെ കൺവിൻസ് ചെയ്യുക എന്നുള്ള ഒറ്റ റോള് മാത്രമേ ഉള്ളൂ. അത് എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റുമായിട്ട് വന്നാൽ 100% ഉറപ്പായിട്ടും അവർ കൺവിൻസ്ഡ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ I think this is the best job to do that. You are all powerful to do that. Thank you, sir. Actually, sir, as a bureaucrat, what are the issues that you face on a daily basis? ഇതെല്ലാം long-term goals ആണല്ലോ, ചെറിയ രീതിയിൽ. So what are the issues you face on a daily basis as a bureaucrat? Yeah. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ ഈസ് ആപ്ലിക്കബിൾ ടു എനി പ്രൊഫഷൻ wherein you are going to be in the top layers of that administration. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു നല്ല ഞാൻ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് വരാം. ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് ചെയിൻ ആണെന്ന് വിചാരിക്കും, അതിന്റെ GM ആണെന്ന് വിചാരിക്കും, ഐ ഡോണ്ട് നോ whoever be it. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഈ എൻറ്റയർ ചെയിൻ മാനേജ് ചെയ്യേണ്ട, HR മാനേജ് ചെയ്യേണ്ട, അതിന്റെ സ്റ്റോക്കിന്റെ കാര്യം മാനേജ് ചെയ്യുന്ന, ഫിനാൻസ് മാനേജ് ചെയ്യുന്ന, ലോജിസ്റ്റിക്സ് മാനേജ് ചെയ്യേണ്ട, കംപ്ലൈൻസ് മാനേജ് ചെയ്യേണ്ട വലിയൊരു തലവേദനയാണ് ആൾക്കുണ്ടാവുക. സിമിലർലി ഏതൊരു ഫീൽഡ് എടുത്താലും അങ്ങനെ തന്നെയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയ്ക്ക് നമ്മൾ നേരിടാൻ പോകുന്നത്, ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു HOD പോസ്റ്റ് ആണ്, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. അത് കുറച്ച് കഴിഞ്ഞാൽ സെക്രട്ടറി ലെവലിലേക്ക് പോകും. കുറച്ച് മുന്നേ ആണെങ്കിൽ കളക്ടർ അല്ലെങ്കിൽ സബ് കളക്ടർ ലെവലിലായിരിക്കും. ഈ ഏത് പോസ്റ്റിലാണെങ്കിലും നിങ്ങളുടെ കീഴിൽ 100 കണക്കിന് ഉദ്യോഗസ്ഥർ, നിങ്ങളുടെ കീഴിൽ റിപ്പോർട്ട് ചെയ്യുന്ന 100 കണക്കിന് ഉദ്യോഗസ്ഥർ ഉണ്ടാകും. ഇത്രയും ആളുകൾ എന്ന് പറയുന്നത് പല ഫീൽഡുകളിൽ നിന്ന് വരുന്ന, പല മോട്ടിവേഷൻ ലെവലുള്ള, പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള, പല ഇന്റലിജൻസ് ഉള്ള ആളുകളായിരിക്കും. ഈ എല്ലാ ആളുകളെയും കൂടി മോട്ടിവേറ്റ് ചെയ്ത് ഒരു കോമൺ ഗോളിലേക്ക്, കോമൺ ഡയറക്ഷനിലേക്ക് ഡയറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയൊരു ചാലഞ്ചാണ്. അറ്റ് ദി സെയിം ടൈം നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ ഇൻഹറന്റ് ആയിട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന്, നമുക്ക് എത്ര ആഗ്രഹമുണ്ടെങ്കിലും അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള റിസോഴ്സസ് ഇല്ലാതെ നമുക്ക് ഒരു സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. ഇപ്പൊ മൊബിലിറ്റി ഈസ് ആൻ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഹിയർ. ആളുകൾക്ക് ട്രാവൽ ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ, ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ ഒറ്റപ്പാലത്ത് സബ് കളക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ കീഴിലായിരുന്നു അട്ടപ്പാടി ഉണ്ടായിരുന്നത്. അട്ടപ്പാടി ഒറ്റപ്പാലത്ത് നിന്നും 2 hour ജേണിയാണ്. കാറിൽ പോയി കഴിഞ്ഞാൽ 2 hour ടൈം എടുക്കും. അവിടെ ഒരു 745 കിലോമീറ്റർ സ്ക്വയർ ഏരിയ ആണ് അട്ടപ്പാടി എന്ന് പറയുന്നത്. 6 വില്ലേജുകളാണുള്ളത്. ഈ വില്ലേജുകളിൽ 192 ഹാംലെറ്റിലായിട്ടാണ് അവിടെയുള്ള ആദിവാസികൾ മുഴുവനുള്ളത്. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു വില്ലേജ് ഓഫീസറുടെ ജൂറിസ്ഡിക്ഷൻ എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി സംവെയർ അറൌണ്ട് മേ ബി 120-125 കിലോമീറ്റർ സ്ക്വയർ. അത്രയും ഏരിയയിൽ ഒരു വില്ലേജ് ഓഫീസറെ എങ്ങനെയാണ് കവർ ചെയ്യുക വിതൗട്ട് എ വെഹിക്കിൾ? ശരിയല്ലേ? ഇത്രയും ആളുകളെ പോയി കവർ ചെയ്ത് അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റേണ്ട ഒരു ഓഫീസറാണ് വില്ലേജ് ഓഫീസർ. അയാൾക്കൊരു വാഹനമില്ലാതെ പോയി കാര്യങ്ങൾ നടത്തി തിരിച്ചു വരിക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഫണ്ടമെന്റൽ റിക്വയർമെന്റ് ആണ് ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി എന്ന് പറയുന്നത്. അതിന് പ്രായോഗികമായിട്ടുള്ള മറ്റ് തടസ്സങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകാം. പക്ഷെ ഇത്തരത്തിലുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറെ വിഷയങ്ങൾ ഇൻഹറന്റ് ആയിട്ടുള്ള സിസ്റ്റത്തിന്റെ ഫെയിലിയേഴ്സ് ആയിട്ട് നിലവിലുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ കൺവെൻഷണൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഇഷ്യൂസ്, അതല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ കുറെ കൾച്ചറിന്റെയും ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. അപ്പം ഇതിന്റെ എല്ലാ അടിസ്ഥാനത്തിലും നമ്മുടെ സിസ്റ്റം ഇൻഹറന്റ് ആയിട്ടും കുറച്ച് സ്ലോ ആയിട്ട് പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായേക്കാം. ഈ 2 സാഹചര്യത്തിലും ഈ സാധാരണ ആളുകളെ മോട്ടിവേറ്റ് ചെയ്ത് ഒരു കോമൺ ഗോളിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഞാൻ നോക്കിയിട്ട് ഈ സിസ്റ്റത്തിന്റെ ഒരു ബെറ്റർ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിരിക്കും. ദിസ് ഈസ് ഫ്രം ദി ലോവർ സ്ട്രാറ്റ. ഇനി നമ്മുടെ മുകളിലുള്ള സ്ട്രാറ്റയുടെ പ്രശ്നം എന്താണ്? പ്രാക്ടിക്കലായിട്ടും ഈ കാര്യങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് കൺവേ ചെയ്യാൻ
ഒരു പക്ഷേ നമുക്ക് പറ്റിയെന്നും വരില്ല, അല്ലെങ്കിൽ അവർ കൺവിൻസ്ഡ് ആയിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവർ പറയുന്ന ഒരു ഔട്ട്പുട്ട് നമുക്ക് കൊടുക്കാനായിട്ടും സാധിക്കുന്നില്ല. ദിസ് ഈസ് അനദർ പ്രോബ്ലം. അടുത്തത്, നിലവിലുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിന്റെ ബേസിൽ വരുന്ന ഡിറക്ഷൻസ്, ആ ഡയറക്ഷൻസ് നമ്മൾ ഇതുവരെ കൊടുത്തതിന് കോൺട്രഡിക്ടറിയോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിഫറെന്റ് ആയിട്ടുള്ള ചില ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ അത് മൂലം ഉണ്ടാകുന്ന കുറെ കോൺട്രഡിക്ഷൻസ് അഗൈൻ പ്രാക്ടിക്കലി അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്ന് എനിക്കറിയില്ല. കാരണം ഇത് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് മനസ്സിലാകാൻ കറക്റ്റ് ഉദാഹരണങ്ങൾ സഹിതം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. വിച്ച് ആക്ച്വലി ഐ ആം നോട്ട് പ്ലാനിങ് ടു ഡു, ജസ്റ്റ് ടു avoid unnecessary controversies. Okay, sir. Now we have another question from the chat box by Agash SB. How did you face the external pressures from others, both social and political, while dealing with a serious issue? There has been instances when some civil servants do fail in such situations, but you seem to handle them much effectively. How did you manage this, sir? നല്ല ക്വസ്റ്റ്യൻ ആണ്. കാരണം ഐ എം 100% ഷുവർ ദാറ്റ് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു ഇൻ ദി സിവിൽ സർവീസ് is going to face this kind of situations. പക്ഷെ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകുന്ന തരത്തിൽ ഞാനൊന്ന് പറഞ്ഞു നോക്കാം. നിങ്ങളുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ, ഓക്കെ, ഈ കുട്ടികളിൽ ചില ആളുകളെ അപ്രോച്ച് ചെയ്യുന്ന രീതിയും അവരോട് ബിഹേവ് ചെയ്യുന്ന രീതിയും നിങ്ങളോട് അപ്രോച്ച് ചെയ്യുന്നതും ബിഹേവ് ചെയ്യുന്നതുമായ രീതിയിൽ വ്യത്യാസമുണ്ട്. വാട്ട് കുഡ് ബി ദി പ്രോബബിൾ റീസൺ? എസ്പെഷ്യലി maybe girls can understand this example more easily എന്ന് എനിക്ക് തോന്നുന്നു. അതിന് ഞാൻ മനസ്സിലാക്കുന്ന റീസൺ ഇതാണ്: the moment you convey what you are, the moment you convey the message very clearly that I am this kind of a person and I mean this, and this is my limit, up to this limit I am ready to go, beyond this I think it's very difficult to go. അങ്ങനെ ഒരു മെസ്സേജ്, it's not that somebody will go and announce that these are all my principles and everybody else to stick to it. No, അങ്ങനെയല്ല. അതല്ലാതെ തന്നെ through your verbal and non-verbal communication, you send this message to the community and this message actually spreads across. ഇതൊരു എനിക്ക് തോന്നുന്നു ഒരു മേജർ റീസൺ ആണ്. The moment you take charge in an office, each and every one of your subordinate is going to know what kind of a person you are. അപ്പോൾ നിങ്ങൾ ഏത് തരത്തിലുള്ള ഒരു ഓഫീസർ ആണെന്ന് നിങ്ങൾ ചാർജ് എടുക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ സബോർഡിനേറ്റ്സ് മനസ്സിലാക്കി വെക്കുകയും അതിനനുസരിച്ച് അവരുടെ ബിഹേവിയർ ഷേപ്പ് ചെയ്യുന്നത് കാണുന്നത് വളരെ രസകരമാണ്. സോ പ്രാക്ടിക്കൽ സെൻസിൽ നിങ്ങളുടെ ഇനീഷ്യൽ ഫ്യൂ ഇയേഴ്സിൽ മാത്രമാണ് അത്തരത്തിലുള്ള ഒരു ഹേർഡിൽ ഉള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. You are not going to face that kind of a situation. Number one. Number two, നിങ്ങൾക്ക് വരാൻ പോകുന്ന പ്രഷർ സിറ്റുവേഷൻസ് ഏത് തരത്തിലുള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുക എന്നുള്ളതാണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ദർ ഇസ് നത്തിങ് ലൈക്ക് 100% റൈറ്റ് ആൻഡ് 100% റോങ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഡിസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഇതിന്റെ മിഡിലായിട്ട് ഉള്ളതായിരിക്കും. ഒരേ കാര്യം തന്നെ നിങ്ങൾക്ക് no, I am not going to attend to your request എന്ന് പറയാം, I will look into it എന്ന് പറയാം, ഞാൻ നോക്കിയിരുന്നു പക്ഷെ അത് നിവൃത്തിയില്ല എന്നും പറയാം. അല്ലെ, അത് നമ്മൾ എങ്ങനെയാണ് അത് ഡീല് ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങളത് ഫേസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങളത് കൺവിൻസ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം ഇതിലും മാറ്റർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചോയ്സുകളുടെ അടിസ്ഥാനത്തിൽ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡിസിഷൻസിന്റെ അടിസ്ഥാനത്തിൽ വേരി ചെയ്യുന്നത് കൊണ്ടാണ് പ്രോബബ്ലി some of you are in a position to handle this kind of situation and some of you maybe fail in doing that. Yes. Yes, sir. Now we have a question by Arati. Arati, can you switch on your video and your microphone? Arati, Yes.
പറഞ്ഞോളൂ. Okay. Okay. Sir, good evening, sir. Good evening. ഓക്കെ സർ, നമ്മൾ CSE എക്സാമിന് മലയാളം ഒരു ഓപ്ഷണൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതൊരു ബെറ്റർ റാങ്കിലേക്ക് നമ്മളെ നയിക്കുമോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? എനിക്കതിനെ കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണയില്ല. ബിക്കോസ് എൻ്റെ ഓപ്ഷൻ മലയാളം ആയിരുന്നില്ല. പക്ഷെ ഞാൻ കണ്ടെടുത്തോളം ഒട്ടേറെ കുട്ടികൾ മലയാളം ഒരു ഓപ്ഷനായിട്ട് എടുത്ത് പഠിച്ച് നല്ല മാർക്ക് കിട്ടിയ ഒത്തിരി കുട്ടികളുണ്ട്. എൻ്റെ കൊളീഗ്സ്, ഇപ്പൊ എൻ്റെ ബാച്ചിൽ എനിക്ക് തോന്നുന്നു 10 IAS ഓഫീസേഴ്സാണ് മലയാളികളുണ്ടായിരുന്നത്. അതിലെനിക്ക് തോന്നുന്നു 7 or 8 പേര് ഒരു ഓപ്ഷൻ മലയാളമായിരുന്നു. അറ്റ്ലീസ്റ്റ് വൺ ഓപ്ഷൻ വാസ് മലയാളം. അറ്റ് ദാറ്റ് ടൈം വി ഹാഡ് 2 ഓപ്ഷൻ സബ്ജക്ട്. അതിലൊരു ഓപ്ഷൻ സബ്ജക്ട് മലയാളമായിരുന്നു. ഇനി കേരളത്തില് സിവിൽ സർവീസ് കയറിയിട്ടുള്ള ആളുകളെ എല്ലാവരെയും എടുത്തിട്ട് നിങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് ലാർജസ്റ്റ് നമ്പർ ഓഫ് ഓഫീസേഴ്സ് might have written the exam with മലയാളം as at least one option. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും മലയാളം ഒരു നല്ല ചോയ്സ് ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആൻഡ് ഐ തിങ്ക് ഒരു മലയാളം ഓപ്ഷണൽ സബ്ജക്ട് സ്കോറിംഗ് ആണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എടുക്കുന്നതിനേക്കാൾ മലയാളം നിങ്ങൾക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളതാണ് മാറ്റർ ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ഒരു ഓപ്ഷൻ സബ്ജക്ട് ജോഗ്രഫി ആയിരുന്നു. If I can just show you, just some of my books here. Hope you can see. ഈ ബുക്സ് നോക്കുകയാണെങ്കിൽ I hope you could see that books. അതിനകത്തൊരു ലാർജ് നമ്പർ ഓഫ് ബുക്സ് ആർ ജോഗ്രഫി ആൻഡ് ഹിസ്റ്ററി. ഇത് ജസ്റ്റ് ഔട്ട് ഓഫ് മൈ ഇൻട്രസ്റ്റ് ഐ എം റീഡിങ് ദീസ് ബുക്സ്, നോട്ട് ഫോർ എനി എക്സാം. അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റോട് കൂടി നിങ്ങളുടെ സബ്ജക്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതർ ദാൻ ദാറ്റ് മലയാളം പ്രത്യേകിച്ച് ഒരു പെർട്ടിക്കുലർ സബ്ജക്ട് സ്കോറിംഗ് അല്ലാതെ ആകാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ സർ, താങ്ക് യു. ഹലോ സാർ. സാർ, ഐ ആം അൻസു ജോ. സാറേ, ഞാൻ ചോദിക്കാൻ വരുന്നത്, ഇപ്പം സാറ് ഏത് പ്രായത്തിലാണ് ഒരു IAS ഓഫീസർ, IAS എന്ന് പറഞ്ഞൊരു സ്വപ്നം സാറിന്റെ കൂടെ കൂടിയത്? ലൈക്ക് ഗ്രാജുവേഷന്റെ ടൈമിലാണോ, ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണോ? അതേപോലെ തന്നെ ഈ IAS എന്നുള്ളൊരു സ്വപ്നം തുടങ്ങിയിട്ട് പിന്നെ സാർ ആദ്യം ചെയ്തത് എന്താ ചെയ്തത്? ലൈക്ക് പഠിക്കാൻ തുടങ്ങിയത് എന്തായിരുന്നു സാറിന്റെ ആദ്യത്തെ മൂവ്? നല്ല ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് അൻസുവിനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. സാർ, ഐ ആം അൻസു. ഓക്കെ. സോ ഫസ്റ്റ് തിങ്, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് സിവിൽ സർവീസിനെ കുറിച്ച് ആലോചിച്ചത്. ഫൈൻ. അതിന്റെ റീസൺ, എന്റെ ബ്രദർ, ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് ബ്രദർ സിവിൽ സർവീസിൽ കയറുന്നത്. അപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ ഒരു ഓപ്ഷനൊക്കെ ഉണ്ടെന്നും ഇത് പഠിച്ചാൽ ഒരു പക്ഷെ കിട്ടിയേക്കും എന്നുള്ള ഒരു ധാരണ തോന്നിയത് അപ്പോഴാണ്. അങ്ങനെയാണ് സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു ഐഡിയ എനിക്ക് വരുന്നത്. രണ്ട്, അങ്ങനെ ഒരു ഓപ്ഷൻ മനസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആസ് യൂഷ്വൽ വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. ഇന്നുള്ളത് പോലെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സോ മെറ്റീരിയൽസോ ഒന്നും അവൈലബിൾ അല്ല. ഇന്റർനെറ്റ് ഈസ് നോട്ട് അവൈലബിൾ. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് ഇന്റർനെറ്റ് ഈസ് അവൈലബിൾ, ബട്ട് ദെൻ ഇത്രയും ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഫിംഗർ ടിപ്പിൽ അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ അന്നുണ്ടായിരുന്ന ലിമിറ്റഡ് ഇൻഫർമേഷൻ വെച്ചിട്ട് ചെയ്തു തുടങ്ങുന്നത് നാച്ചുറലായിട്ടും പത്രം വായിക്കുക എന്നുള്ളതാണ്. പത്രം ഞാൻ പണ്ട് മുതൽ വായിക്കുമായിരുന്നു കുറച്ചൊക്കെ. പക്ഷെ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് ഒരു സിവിൽ സർവീസ് എക്സാം പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഒരു ഫോക്കസിൽ വായിച്ചു തുടങ്ങുന്നത് അപ്പോഴാണ്. റീഡിങ് കുറച്ചൊക്കെ പണ്ടേ മുതലേ ഉണ്ടായിരുന്നു. അത് കുറച്ചുകൂടി ഒന്ന് ഇന്റൻസിഫൈ ചെയ്യുക എന്നുള്ളതാണ് ചെയ്തത്. പിന്നെ നാച്ചുറലി എല്ലാവരും തുടങ്ങുന്നത് പോലെ NCERT ടെക്സ്റ്റ് ബുക്കുകളും ഒക്കെ വായിച്ചു തുടങ്ങണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിന്റെ ബുക്സ് ഒക്കെ കളക്ട് ചെയ്ത് തുടങ്ങി. കുറച്ചൊക്കെ വാങ്ങി വെച്ചു. കുറെ കാലം ഡിഗ്രി കഴിയുന്നവരെയൊക്കെ കറക്കി തിരിഞ്ഞ് നടന്നു. അത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷന് പോയപ്പോൾ മനസ്സിലായി ഇനി പഠിച്ചില്ലെങ്കിൽ പ്രശ്നമാകുമെന്ന്. അപ്പൊ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങി. പക്ഷെ എങ്ങും എത്തുന്നില്ല എന്ന് മനസ്സിലായി. അതിനുശേഷം ഈവൻ ആഫ്റ്റർ പോസ്റ്റ് ഗ്രാജുവേഷൻ ഐ സ്റ്റാർട്ടഡ് preparing for civil service in a serious manner. Okay, sir. Thank you. Thank you. Thank you so much, Anshu. Now, Ashwin Ashok, can you switch on your microphone? And if possible, can you switch on the video too? Ashwin Ashok. Hello, sir. Okay.
Yeah. Hello. Am I visible? Hello. Is it audible? You're audible, Ashwin. Okay. സാർ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിപ്പോ അടുത്തിടെ നമ്മുടെ ഒരു ഡിസിഷൻ എടുത്തതിന് അദ്ദേഹത്തിന് ആ ഡിസിഷൻ പിൻവലിക്കേണ്ടി വന്നു. എന്നിട്ട് തൊട്ടു പുറകെ തന്നെ അദ്ദേഹത്തിന് ലീവിന് പോകേണ്ടിയായിട്ട് വന്നു. സോ പൊളിറ്റിക്കലി എത്രത്തോളം പൊളിറ്റീഷ്യൻസ് സിവിൽ സർവീസ് ഓഫീസേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നു, അതൊന്ന് സാറിന്റെ ഒപ്പീനിയൻ പറയാമോ? നോക്കൂ, നമുക്ക് എടുക്കുന്ന ഡിസിഷൻസ്, പ്രാക്ടിക്കലായിട്ടും ഫീൽഡിൽ എടുക്കുന്ന ഡിസിഷൻസ്, നമ്മൾ വിചാരിക്കുക ഡിസ്ട്രിക്ട് കളക്ടർ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ അദ്ദേഹത്തിന്റെ നോളജിന്റെയും എക്സ്പീരിയൻസിന്റെയും ബേസിലാണ് ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് തികച്ചും തെറ്റായ ഒരു ധാരണയാണ്. അല്ലെങ്കിൽ എനി ഓഫീസർ ഫോർ ദാറ്റ് മാറ്റർ, അത് വലിയൊരു കളക്റ്റീവ് ഡിസിഷനാണ്. ഡിസ്ട്രിക്ട് കളക്ടർ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുൻപായിട്ട് ഒട്ടേറെ കൺസൾട്ടേഷൻസ് നടത്തുന്നുണ്ടാകും, ഒട്ടേറെ ഡയറക്ഷൻസ് ഫോളോ ചെയ്യുന്നുണ്ടാകും, ഒട്ടേറെ ഫാക്ട്സും ഫിഗേഴ്സും പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ അത്തരത്തിലുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ടാകുക. ആൻഡ് സംടൈംസ് ദാറ്റ് ഡിസിഷൻ മേ ഗോ റോങ് ആസ് വെൽ, അല്ലെ? ഇപ്പൊ നമുക്കറിയാം, പലപ്പോഴും വളരെ പെട്ടെന്നായിരിക്കും സിറ്റുവേഷൻസ് മാറുന്നുണ്ടാവുക, പുതിയ ഡിസിഷൻസ് എടുക്കുന്നുണ്ടാവുക, പുതിയ ഡയറക്ഷൻസ് എടുക്കുന്നുണ്ടാവുക. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു കോമണറെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസിഷൻ, കല്യാണത്തിന് 50 പേരാണോ പങ്കെടുക്കാവുള്ളൂ, 60 പേരാണോ പങ്കെടുക്കാവുള്ളൂ എന്നുള്ള കാര്യത്തിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ദാറ്റ് ഡസന്റ് മേക്ക് മച്ച് ഡിഫറൻസ്, അല്ലെ? 50 ആണോ 55 ആണോ അല്ലെങ്കിൽ 60 ആണോ എന്നുള്ള കാര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു കോമണറെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് ഡസന്റ് മേക്ക് എനി ലോജിക്. പക്ഷെ സം നമ്പർ ഹാസ് ടു ബി ദെയർ, അല്ലെ? ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ സം നമ്പർ ഹാസ് ടു ബി ഫിക്സ്ഡ്. ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു നമ്പർ ഹാസ് ടു ബി ഫിക്സ്ഡ്. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്കൊരു എക്സാമിന് അപ്ലൈ ചെയ്യുന്നതിന് ഒരു കട്ട് ഓഫ് ഡേറ്റ് വെക്കുന്നുണ്ടാകും. മെയ് 1 അപ്ലൈ ചെയ്യണം. അത് മെയ് 2 ആയാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ എന്താണ് അതിന്റെ മറുപടി? അല്ലെങ്കിൽ മെയ് 5 ആയാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് മറുപടി ഒന്നുമില്ല. ദർ മസ്റ്റ് ബി എ കട്ട് ഓഫ് ഡേറ്റ്. അതുകൊണ്ട് മെയ് 1 വെക്കുന്നു. അതൊരു റീസണബിൾ ഡേറ്റ് ആയിരിക്കും. വൈ? ബിക്കോസ് maybe in 1 month they require 1 month to process it. They have to set the exam in June, they have to do the screening and all purposes, and they have to start the course maybe by September. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഷെഡ്യൂൾ പ്ലാൻ ചെയ്ത് ബാക്ക് ഡേറ്റ് ഇട്ടിട്ടായിരിക്കും അവർ മെയ് 1 എന്ന ഒരു കട്ട് ഓഫ് ഡേറ്റ് വെച്ചിട്ടുണ്ടാവുക. അത് മെയ് 5 ആയാലോ ഏപ്രിൽ 25 ആയാലോ വലിയൊരു വ്യത്യാസം വരാൻ പോകുന്നില്ല. ബട്ട് then they have to have a cut off date. Similarly, ഈ പറയുന്ന ഒരു നമ്പറും തീരുമാനം എടുക്കുന്നത് ഇങ്ങനെ കുറെ ഫാക്ടേഴ്സിന്റെ ബേസിലായിരിക്കും. ബട്ട് then they have to have a specific number to impose this in the field. അപ്പൊ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരിക ഫീൽഡിലാണ്. ആ ഫീൽഡിൽ ഞാൻ പറഞ്ഞത് ഒരു ഡിസിഷൻ പലപ്പോഴും എടുക്കുന്നത് അങ്ങനെയാണ്. അത് സ്റ്റേറ്റ് ലെവലിൽ പലപ്പോഴും ഡിസിഷൻ എടുത്തു വരും. ചിലത് അത് ഡിസ്ട്രിക്ട് ലെവലിൽ തന്നെ നിങ്ങളോട് തീരുമാനം, ഫീൽഡിലെ ലോക്കൽ കണ്ടീഷൻസ് അനുസരിച്ച് ഒരു തീരുമാനം എടുക്കാൻ പറയും. ഇനി നമ്മൾ ലോക്കലായിട്ട് ഒരു ഡിസിഷൻ എടുത്തു വരുമ്പോഴായിരിക്കും ചിലപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ അതിനേക്കാൾ വലിയൊരു ഡിസിഷൻ മറ്റൊത്തിരി ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ട് എടുക്കുന്നുണ്ടാവുക. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് ഈ ഡിസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് ഈ കൺഫ്യൂഷൻ ഫീൽഡിൽ സർവീസിൽ ഇല്ലാത്ത ആളുകൾക്ക് ഈ കൺഫ്യൂഷൻ വരാനുള്ള ഒരു റീസൺ, ഇത് ഒരു അബ്സല്യൂട്ട് പവർ ആണെന്നും ഒരു അബ്സല്യൂട്ട് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റിയാണ് ഡിസ്ട്രിക്ട് കളക്ടർ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു ഓഫീസർ എന്നുള്ള ഒരു തെറ്റായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊരു കളക്റ്റീവ് ഡിസിഷൻ ആണ്. ഇത് ഒട്ടേറെ ഫാക്ടേഴ്സിന്റെ ബേസിലാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് ഇതില് പലപ്പോഴും വേരിയേഷൻ വരുന്നതും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. Okay, sir. Thank you. Thank you, Ashwin. Now we have Abhijit S. Verma. ഹലോ സാർ. സാർ, ഇപ്പം സാർ കളക്ടർ ആയിരിക്കുമ്പോഴായിരുന്നു പാൻഡമിക് കോവിഡ് ആണെങ്കിലും അതേപോലെ ഫ്ലഡ് അങ്ങനെ പല നാച്ചുറൽ കലാമിറ്റീസും സാർ ഇപ്പൊ ഡിസ്ട്രിക്ട് പത്തനംതിട്ടയിലാണെങ്കിലും വന്നിട്ടുണ്ട്. അപ്പത്തേക്കും സാറിന് ആസ് എ ഡിസ്ട്രിക്ട് കളക്ടർ അതിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റി? അതേപോലെ ഇതൊരു കൊളാബറേറ്റീവ് വർക്കാണ് എങ്കിലും സാറിന് അതിലുണ്ടായ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? എനിക്ക് തോന്നുന്നു
ഫ്ലഡിന്റെ സമയത്തും അതുപോലെ തന്നെ കോവിഡിന്റെ സമയത്തും ഒരു പുതിയ ചലഞ്ചിങ് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് പറ്റി എന്നുള്ളത് ഒരു പോസിറ്റീവ് സൈഡായിരുന്നു. നമുക്ക് പലപ്പോഴും അറിയാത്ത ഒരു കാര്യമാകുമ്പോൾ അതിൻ്റെ അകത്ത് ഒട്ടേറെ പുതിയ കാര്യങ്ങൾ നമുക്ക് പരീക്ഷിക്കേണ്ടതായിട്ട് വരും. കാരണം ഫ്ലഡ് 2018 എന്ന് പറയുന്നത് ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു ഫ്ലഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ nobody had an experience in managing this kind of a flood of this scale actually. അതുകൊണ്ട് തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഓൾ പോസിബിൾ റിസോഴ്സസ് പൂൾ ചെയ്യുകയും അവൈലബിൾ ആയിട്ടുള്ള ഓൾ പോസിബിൾ ടെക്നോളജീസ് യൂസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നത്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് വർക്ക് റിലേറ്റീവ്ലി വെൽ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു ടൂള് അവൈലബിൾ ആയിട്ടുള്ള മാക്സിമം HR യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ആൻഡ് again I was successful in handling that situation with a large number of volunteers who turned up. എനിക്ക് തോന്നുന്നു ഒരു 2000-3000 കുട്ടികൾ എൻ്റെ കമാൻഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന 2000-3000 കുട്ടികൾ ഉണ്ടായിരുന്നു. എൻ്റെ ഡിസ്ട്രിക്റ്റിൽ എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 10,000 അതിലധികമോ ആളുകൾ വോളണ്ടിയേഴ്സ് ആയിട്ട് വന്ന് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എടുത്ത ഡിസിഷൻസ് എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ നമ്മൾ മുൻകൂട്ടി കണ്ട് പ്ലാൻ ചെയ്ത് പഠിച്ചു പോയ ഡിസിഷൻസ് അല്ല. ഫീൽഡ് ലെവലിൽ ഉണ്ടാകുന്ന സിറ്റുവേഷൻസിനനുസരിച്ച് അപ്പോഴെടുക്കുന്ന ഡിസിഷൻസ് ആയിട്ട് ഒന്ന്. രണ്ട്, മൊബിലൈസ് ചെയ്യുകയും എമർജിങ് സിറ്റുവേഷൻ അനുസരിച്ച് സ്ട്രാറ്റജീസ് ചേഞ്ച് ചെയ്ത് നോക്കുകയും ചെയ്തു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു അതിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്തത്. താങ്ക് യു സർ. Thank you, Abhijit. Now we have another question by Rakesh Krishnan. Sir, is it difficult to crack civil service examination without coaching? Can you please give some preparation strategies for those who are not able to attend the coaching? എനിക്ക് തോന്നുന്നു സിവിൽ സർവീസ് എക്സാം ക്രാക്ക് ചെയ്യുന്നതിന് കോച്ചിങ്ങിന്റെ ആവശ്യമേ ഇല്ല. കാരണം സിവിൽ സർവീസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഞാൻ മനസ്സിലാക്കുന്നത് ചെയ്യുന്നത് എന്താണ്, അവർ ചെയ്യുന്നത്, ഞാൻ പറയുന്ന കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയത് കൊണ്ട് അഡ്വാൻറ്റേജ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, തീർച്ചയായിട്ടും അഡ്വാൻറ്റേജ് ഉണ്ടാകും. പക്ഷെ സിവിൽ സർവീസ് എക്സാം ക്രാക്ക് ചെയ്യുന്നതിന് കോച്ചിങ് ഒരു കമ്പൽസറി ഓപ്ഷൻ അല്ല. വൈ? സിവിൽ സർവീസ് എക്സാം കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ ചെയ്യുന്നത് എന്താണ്? കഴിഞ്ഞ 10-20 വർഷത്തെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം എടുത്തു നോക്കുന്നു, അത് മൊത്തം പഠിച്ചു നോക്കുന്നു, അതിന്റെ പാറ്റേൺസ് അനലൈസ് ചെയ്തിട്ട് ഒരു സ്ട്രാറ്റജി അതിൽ നിന്ന് ഇവോൾവ് ചെയ്യുന്നു. നമ്പർ 1, അത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തരുന്നു. ദാറ്റ് തിങ് യു ക്യാൻ ഡു യുവർ സെൽഫ്. നിങ്ങൾക്ക് തന്നെ വായിച്ചു നോക്കി പഠിച്ചെടുക്കാവുന്ന കാര്യമേ ഉള്ളത്. ഇറ്റ് മേ ടേക്ക് സം ടൈം, അത്രയേ ഉള്ളൂ അതിന്റെ വ്യത്യാസം. നമുക്ക് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കഴിഞ്ഞാൽ ആ സമയം നമുക്ക് കുറച്ചുകൂടി സേവ് ചെയ്യാനായിട്ട് പറ്റും. ഏത് ബുക്സ് ആണ് വായിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചില ബുക്സ് വായിച്ച് പഠിച്ച് അത് ട്രയൽ ആൻഡ് എററിലൂടെയാണ് മനസ്സിലാക്കാൻ പറ്റുക. കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവര് ഇത് ഓൾറെഡി ചെയ്ത് നടന്നിട്ട് പഠിച്ച് ടെസ്റ്റഡ് ആൻഡ് പ്രൂവൺ ആയിട്ടുള്ള കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ടാകും, അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാകും. എനിക്ക് തോന്നുന്നു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഒരാൾക്ക് കിട്ടാവുന്ന ഏക അഡ്വാൻറ്റേജ് ഇത് മാത്രമാണ്. അല്ലാതെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ മാത്തമാറ്റിക്സ് നമുക്ക് അറിയാത്ത ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സിലെ പുതിയ കുറെ കോൺസെപ്റ്റ്സ് നമ്മൾ പുതിയ ഒരു വലിയ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവിടുത്തെ ടീച്ചർ പറഞ്ഞു തരുന്ന പോലെ അല്ലെങ്കിൽ അതിന്റെ ട്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിപ്പിച്ചു തരുന്നത് പോലെ പഠിപ്പിച്ചു തരാൻ ഒന്നും സിവിൽ സർവീസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓഫ് കോഴ്സ് ഇപ്പം നിങ്ങൾക്ക് അറിയാത്ത ഒരു പുതിയ സബ്ജക്റ്റ് ആണെങ്കിൽ അത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു സാറ് പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ സ്വയം മനസ്സിലാക്കിയെടുക്കുന്നതിനേക്കാൾ ഫാസ്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതിൽ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷെ ദാറ്റ് യു ക്യാൻ ഡു ഇറ്റ് യുവർ സെൽഫ്. ഇറ്റ് മേ ടേക്ക് സം മോർ എക്സ്ട്രാ ടൈം, അത്രയേ ഉള്ളൂ എൻ്റെ കാര്യം. ആൻഡ് നൗ എവറി മെറ്റീരിയൽ ഈസ് അവൈലബിൾ ഓൺലൈൻ ആൻഡ് മോസ്റ്റ് ഓഫ് ദം ഫ്രീ ഓഫ് കോസ്റ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ കോച്ചിങ് ഇല്ലാതെ ക്രാക്ക് ചെയ്യാനുള്ള സാധ്യതകൾ ഇപ്പോൾ കൂടുതലാണ് കമ്പയർഡ് ടു ഒരു മേ ബി 10 years ബാക്ക് ഓർ സോ. Thank you, sir. Now we have Balasri Muralidharan. Balasri?
ഓഡിബിൾ ആണോ? Yes, yes. ഹലോ. ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് ഈവനിങ് സാർ. ആദ്യം തന്നെ സാറിനെ ഇങ്ങനെ ഒരു ഇവന്റിൽ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഞാൻ ബാലശ്രീ, സെക്കൻഡ് ഇയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആണ്. അപ്പോൾ സാർ ഇത്രയും നേരം സാറിന്റെ പ്രൊഫഷനെ പറ്റിയും അതേപോലെ തന്നെ എന്താ സിവിൽ സർവീസ് പ്രിപ്പറേഷനെ പറ്റിയും ഒക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് സംസാരിച്ചത്. അപ്പോൾ എന്റെ ക്വസ്റ്റ്യൻ കുറച്ച് ഡിഫറെന്റ് ആണ്. സാറിന്റെ ഒരു അഭിപ്രായം അറിയാൻ വേണ്ടി ചോദിക്കുന്നത്. അതായത് നമുക്കറിയാം ഇന്ന് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുത്തു നോക്കിയാൽ NIRFന്റെ ടോപ്പ് 100 റാങ്കിങ്സിൽ നിലവിൽ നമുക്ക് ഒരു കോളേജ് മാത്രമാണുള്ളത്, അത് CET ആണ്. അപ്പോ കേരളം ഇത്രയും സാക്ഷരമായ ഒരു സംസ്ഥാനമായിട്ട് പോലും ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു ഏരിയ ഫീൽഡ് വരുമ്പോഴേക്കും നമ്മൾ കുറച്ച് പിന്നോട്ട് പോകുന്നുണ്ടോ, അഥവാ പിന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതാണോ ഇത് സൂചിപ്പിക്കുന്നത്? ഇനിയും പിന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാകാം? അതായത് ഇപ്പോൾ നമുക്ക് ടെക്നിക്കൽ എഡ്യൂക്കേഷനോടുള്ള ഒരു അപ്രോച്ചിന്റെ ഒരു കുഴപ്പമാണോ, അതോ അത് ബോത്ത് സ്റ്റുഡൻസ് ആൻഡ് അതോറിറ്റീസിന്റെ ഭാഗത്തു നിന്നുള്ള അപ്രോച്ചിന്റെ ഒരു കുഴപ്പമാണോ, അതോ എന്താ ഒരു ഇൻഫ്രാസ്ട്രക്ചറിന്റെ കുറവ് മൂലമാണോ, അതോ ലാക്ക് ഓഫ് എക്സ്പെർട്ടൈസ് അതുകൊണ്ടാണോ? ഇനിയും സാറിന് മറ്റെന്തെങ്കിലും കാരണം തോന്നിയിട്ടുണ്ടെങ്കിൽ അതും പറയാം. ആൻഡ് ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ട് സാർ എന്താണ് കാണുന്നത്? നല്ല ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് തോന്നുന്നു വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടില് ഐ ഡോണ്ട് റിമെമ്പർ ദി നമ്പേഴ്സ് റൈറ്റ് നൗ, hundreds of engineering colleges are there, tens of thousands of students are getting out of these colleges every year. പക്ഷേ ഈ വരുന്ന കുട്ടികളിൽ എത്ര കുട്ടികളാണ് ബേസിക് ആയിട്ടും ഇവർ പഠിച്ച സബ്ജക്റ്റിനെ കുറിച്ച് ഒരു ധാരണയുള്ളത് എന്ന് പറയാൻ പറ്റുമോ? എൻ്റെ നോട്ടത്തിൽ ഒരു 75% ഓഫ് ദി സ്റ്റുഡൻറ്, സേ 10,000 പേര് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒരു 8,000 സ്റ്റുഡൻസിന് ഫണ്ടമെന്റൽസ് പോലും അറിയാതെയാണ് പുറത്തു വരുന്നത് എന്നുള്ളതാണ് സത്യസന്ധമായ വസ്തുത. ഇത് ഞാൻ പറയാനുള്ള കാരണം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ്. പല ഇന്റർവ്യൂ ബോർഡുകളിലും BTechഉം MTechഉം കഴിഞ്ഞ ഒട്ടേറെ കുട്ടികളെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷെ ഈ ഇന്റർവ്യൂസിന് ഞാൻ ഒരിക്കലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്നിക്കൽ ആയിട്ടുള്ള ഹൈ എൻഡ് ക്വസ്റ്റ്യൻസ് ഞാൻ ഒരിക്കലും ചോദിക്കാറില്ല. ഞാൻ ചോദിക്കുന്നത് വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ്. പക്ഷെ ആ ക്വസ്റ്റ്യൻസ് പോലും കോൺഫിഡൻസോട് കൂടി സംസാരിക്കാൻ കഴിയാത്ത കുട്ടികൾ, ഈ കുട്ടികൾ എങ്ങനെയാണ് ഭാവിയിൽ വലിയൊരു ലെവലിലേക്ക് പോവുക, അല്ലെങ്കിൽ ഒരു ഫേം ഉണ്ടാക്കുകയോ നയിക്കുകയോ ചെയ്യുക? ഇറ്റ്സ് പ്രാക്ടിക്കലി വെരി ഡിഫിക്കൽട്ട്. അപ്പൊ നമ്പർ 1, നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യന്റെ ആൻസർ, NIRFന്റെ റാങ്കിങ്ങിൽ വരാതിരിക്കാനുള്ള റീസൺ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വിൽ ബി നമ്മുടെ കുട്ടികൾ അതിന്റെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ചല്ല ഈ പറയുന്ന കോളേജുകളിൽ എത്തുന്നത്. ആ കോളേജുകളിൽ എത്തുന്ന കുട്ടികൾ പലപ്പോഴും പേരിന് ഒരു ഡിഗ്രിക്ക് വേണ്ടിയിട്ട് മാത്രം വരുന്ന കുട്ടികളാണ്. അതല്ലെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, കേരളത്തിലുള്ള LD ക്ലർക്ക് എക്സാം എഴുതുന്ന ആളുകളെ മൊത്തം എടുക്കും, അത് പാസ്സാകുന്ന അല്ലെങ്കിൽ എഴുതുന്ന മൊത്തം ആളുകളിൽ സേ 10 ലക്ഷം ആളുകളോ മറ്റോ ആണ് എക്സാം എഴുതുക, അതിൽ എത്ര കുട്ടികള് സേ BTech ഗ്രാജുവേറ്റ്സ് ഉണ്ടാകും? ഞാൻ പറയുന്ന LD ക്ലർക്ക് ഒരു ഓപ്ഷൻ മോശം ഓപ്ഷൻ ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ LD ക്ലർക്ക് എക്സാം എഴുതാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ എന്തിനാണ് BTechന് പോയത്? BA മലയാളം മതിയായിരുന്നല്ലോ. എനി ഡിഗ്രി വാസ് സഫിഷ്യന്റ് എനഫ്. 10ാം ക്ലാസ് മതിയെന്ന് എനിക്ക് തോന്നുന്നു. ഐ ഡോണ്ട് റിമെമ്പർ. 10ഓ 12ഓ മറ്റോ ആണ് ഇപ്പോഴത്തെ ക്വാളിഫിക്കേഷൻ. അത് മതിയായിരുന്നല്ലോ. 12ാം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ LD ക്ലർക്ക് എക്സാം എഴുതിയിരുന്നുവെങ്കിൽ, 18 വയസ്സിൽ നിങ്ങൾ കയറിയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അതാണ്. എന്തിനാണ് BTech വരെ പഠിക്കാൻ പോയത്? BTech പഠിച്ചത് കൊണ്ട് LD ക്ലർക്കിൽ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജും കിട്ടാൻ പോകുന്നില്ല അഡീഷണൽ ആയിട്ട്. ഓഫ് കോഴ്സ് നിങ്ങളുടെ നോളജ് വൈസ് അഡ്വാൻറ്റേജ് കിട്ടും. ഞാൻ പറയുന്ന പ്രൊഫഷണലി കരിയറിൽ മറ്റൊരു പ്രൊമോഷൻ സാധ്യതയും നിങ്ങൾ BTechകാരനായതുകൊണ്ട് LD ക്ലർക്ക് കിട്ടുന്നില്ല. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, LD ക്ലർക്ക് എക്സാം എഴുതാൻ പോകുന്ന ഒരാൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ശരിക്കും എഴുതാൻ പോകേണ്ട ആവശ്യമില്ല, പ്രൊവൈഡഡ് നിങ്ങൾ അത് അറിഞ്ഞ് സബ്ജക്ട് ഇഷ്ടപ്പെട്ട് ആ ഫീൽഡിൽ വരാനായിട്ട് പഠിച്ച ആളുകളാണെങ്കിൽ വരേണ്ട ആവശ്യമില്ല. ഇതിൽ വലിയ കോൺഫിഡൻസ് ഇല്ലാതെ എന്തെങ്കിലും ഒരു ജോലി വേണമല്ലോ എന്ന് വിചാരിച്ച് എഴുതുന്ന ആളുകളാണ് പോയിട്ട് LD ക്ലർക്ക് എക്സാം എഴുതുന്നുണ്ടാവുക. അപ്പോൾ ഇതും അനദർ റീസൺ ആണ്. എനിക്ക് തോന്നുന്നു അതിന്റെ ആപ്റ്റിറ്റ്യൂഡ്, റൈറ്റ് ആപ്റ്റിറ്റ്യൂഡ് ഉള്ള കുട്ടികളല്ല ഫീൽഡിൽ വരുന്നുള്ളതാണ്. 2, നമ്മുടെ കോളേജുകളിലെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് കാര്യമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകേണ്ട സമയം എപ്പോഴോ അതിക്രമിച്ചിരിക്കുകയാണ്. ഉദാഹരണത്തിന് നമ്മുടെ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എൻ്റെ ജനറേഷൻ പഠിക്കുന്ന സമയത്ത്
കോളേജുകളിൽ എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് ആർക്കും ഇത്തരത്തിലുള്ള ഒരു ഹൈ എൻഡ് മോട്ടിവേഷൻ കൊടുക്കുന്ന കോളേജുകൾ എത്രയുണ്ടായിരുന്നു കേരളത്തിൽ എന്ന് ചോദിച്ചാൽ വളരെ ലിമിറ്റഡ് ആയിരുന്നു എന്ന് ഞാൻ പറയും. ഇപ്പോഴും അതിൻ്റെ അകത്ത് വലിയൊരു വ്യത്യാസം ഉണ്ടാവില്ല. അതിന്റെ റീസൺ നമ്മുടെ അധ്യാപകർ തന്നെ ആ ഹൈ എൻഡില് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എത്ര അധ്യാപകരുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ വൺ തിങ് ഈസ് അബൌട്ട് ദി ആപ്റ്റിറ്റ്യൂഡ് ഓഫ് ദി സ്റ്റുഡൻറ്. സെക്കൻഡ് ഈസ് അബൌട്ട് ദി ടീച്ചേഴ്സ് ഹു ഈസ് ടീച്ചിങ്. അവർക്ക് ഇതിൻ്റെ അകത്തൊരു മോട്ടിവേഷൻ ഇല്ലാതെ, അവർക്ക് ഇത് ഗൈഡ് ചെയ്യാൻ കഴിയാതെ, ഈ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയാതെ, അവരെ ഇൻസ്പയർ ചെയ്യാൻ കഴിയാതെ, അവർക്ക് കൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കാൻ കഴിയാതെ, അവർ ഏറ്റവും ലേറ്റസ്റ്റ് ആൻഡ് അപ്ഡേറ്റഡ് നോളജ് ഉള്ളവരാകാതെ ഈ കുട്ടികളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയില്ല. സോ ടീച്ചിങ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ആസ്പെക്ട്. ലേണിംഗ്, നമ്മളിൽ എത്ര പേരാണ് ആക്ച്വലി പഠിക്കാനായിട്ട് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആളുകളുള്ളത്? തീർച്ചയായിട്ടും കുട്ടികൾ എന്ന നിലയ്ക്ക്, ആ ഏജ് ഗ്രൂപ്പ് എന്ന നിലയ്ക്ക് പഠിക്കാനുള്ളതിനേക്കാൾ മോട്ടിവേഷൻ മറ്റൊത്തിരി കാര്യങ്ങൾക്കായിരിക്കും, സ്വാഭാവികമാണ്. പക്ഷെ പഠിക്കാൻ മോട്ടിവേഷൻ ഉള്ള കുട്ടികളുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിങ്ങൾ പോയാൽ വിൽ ബി ആക്ച്വലി ഷോക്ക് ടു സീ ദം. കാരണം അത്രയ്ക്കും കമ്മിറ്റഡ് ആയിട്ട് 100% ടൈമും അതിനു വേണ്ടി ഡിവോട്ട് ചെയ്ത ആളുകൾ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാണുമ്പോഴാണ് നമ്മളൊക്കെ എന്തായിരുന്നു സ്കൂൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ചെയ്തിരുന്നതെന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുക. അപ്പോൾ നമ്മൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇതിനൊരു മേജർ റീസൺ ആണ്. അവരുടെ മോട്ടിവേഷൻ ലെവൽ ഒരു മേജർ റീസൺ ആണ്. എനിക്ക് തോന്നുന്നു NIRFന്റെയും നാക്കിന്റെയും ഒക്കെ റാങ്കിങ്ങിന് നിങ്ങളിൽ നിന്നും എത്ര പേര് പുറത്തിറങ്ങിയിട്ട് എവിടെയൊക്കെ പ്ലേസ് ചെയ്തു എന്നുള്ളതൊക്കെ മാറ്റർ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടന്റ് ആസ്പെക്ട്. മേ ബി അനദർ ആസ്പെക്ട് ഈസ് ലൈക്ക് ഹൗ വെൽ ആർ യു കണക്റ്റഡ് വിത്ത് ദി കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റിക്ക് നിങ്ങളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് എന്ത് ബെനിഫിറ്റ് ആണ് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങൾ ഇതിന് മാറ്റർ ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് സൊസൈറ്റിയിൽ എന്ത് ഇമ്പാക്ട് ഉണ്ടാകുന്നു, അത് ഇൻഡിവിജ്വൽ ലെവലിലാകാം, ഫാമിലി ലെവലിലാകാം, സൊസൈറ്റി ലെവലിലാകാം. ഈ 4 or 5 ആസ്പെക്റ്റില് എങ്ങനെ ഇമ്പാക്ട് ഉണ്ടാകുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബ്രോഡർ സെൻസിൽ പറഞ്ഞാൽ റാങ്കിങ് വരിക. ആ ആസ്പെക്റ്റിൽ ആ ആംഗിൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ആക്ച്വലി ഫെയറിംഗ് മിസറബിൾ. ആ ഒരൊറ്റ റീസൺ കൊണ്ടാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നല്ല ലെവലിലേക്ക് വരാത്തത്. അതല്ലാതെ നമ്മുടെ നാട്ടിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഇല്ലാത്തത് കൊണ്ടോ ഇവർക്ക് ആർക്കും ആശയങ്ങൾ ഇല്ലാത്തത് കൊണ്ടോ അല്ല, മറിച്ച് ആ ആളുകളെ മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ പ്രൊവൈഡ് ചെയ്യാത്തിടത്തോളം കാലം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരിക്കലും ഡെവലപ്പ് ചെയ്യാൻ പോകുന്നില്ല. എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഓക്സ്ഫോർഡ് പോലെ അല്ലെങ്കിൽ കേംബ്രിഡ്ജ് പോലെ അതല്ലെങ്കിൽ MITയുടെ സ്റ്റാൻഡേർഡിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോഴും വരാത്തത്? അത്തരത്തിലുള്ള ഒരു കൾച്ചർ നമ്മൾ പ്രൊമോട്ട് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് വരുന്ന ആശയങ്ങൾ ഇൻഡസ്ട്രീസിലേക്ക് അബ്സോർബ് ചെയ്യാത്തത്? നമുക്കറിയാം ജർമ്മനിയിലും ജപ്പാനിലൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നേരെ ഇൻഡസ്ട്രീസുമായിട്ട് ഡയറക്ട്ലി ലിങ്ക്ഡ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ആശയങ്ങൾ അബ്സോർബ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇപ്പോഴും ഇല്ല. നമ്മളെല്ലാം കൺവെൻഷണൽ ആയിട്ടുള്ള സംവിധാനങ്ങൾ പഠിച്ച് അതേ രീതിയിൽ മാത്രം ചിന്തിച്ച് അതേ സാധനം ബൈഹാർട്ട് ചെയ്ത് പുറത്ത് വരുന്ന സിസ്റ്റമാണ്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് CET, ഐ ഡു നോട്ട് നോ അബൌട്ട് CET. പക്ഷെ മെജോറിറ്റി ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നത്. അത്തരത്തിലുള്ള കുട്ടികളെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല, അറ്റ്ലീസ്റ്റ് ഇനി വരുന്ന കാലത്ത്. പ്രോബ്ലി ദാറ്റ് ഈസ് ദി റീസൺ ഇൻ മൈ പോയിന്റ് ഓഫ് വ്യൂ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും ഈ റാങ്കിങ്ങിൽ മുന്നോട്ട് വരാത്തതിന്റെ കാരണം. Okay, sir, thank you. And സാറ് സജസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ? ഐ മീൻ എന്തെങ്കിലും ഒരു മെഷേഴ്സ് അല്ലെങ്കിൽ സാറിന്റെ പോസ്റ്റ് ഇരിക്കുന്ന ഒരാൾക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറയുന്നത്, റാദർ ദാൻ മീ ബ്രിങ്ങിങ് ചേഞ്ച് ഇൻ ദി സിസ്റ്റം, അല്ലെങ്കിൽ ഒരു ബ്യൂറോക്രാറ്റോ അല്ലെങ്കിൽ ഒരു ടോപ്പ് ടു ബോട്ടം അപ്രോച്ചിനേക്കാൾ നല്ലത് തീർച്ചയായിട്ടും ബോട്ടം അപ്പ് അപ്രോച്ച് ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ അർത്ഥം, നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, നിങ്ങൾ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു, നിങ്ങൾ എന്ത് മാറ്റം കൊണ്ടുവരുന്നു എന്നുള്ളതിനനുസരിച്ച് തന്നെയാണ് അവിടെ മാറ്റം വരാൻ പോകുന്നത്. അതിന് വേണ്ട സൊല്യൂഷൻസ് ആണ് എനിക്ക് തോന്നുന്നു ഇനീഷ്യലി ഞാൻ പറഞ്ഞ യു ഹാവ് ടു തിങ്ക് അബൌട്ട് യുവർ സെൽഫ്, യു ഹാവ് ടു ബിലീവ് ഇൻ യുവർ സെൽഫ്, യു ഹാവ് ടു സെറ്റ് എ ഗോൾ ആൻഡ് യു ഹാവ് ടു വർക്ക് ഫോർ ഇറ്റ് എന്നുള്ളത്. അത് ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് CET-യിൽ നിന്നും പുറത്തിറങ്ങുന്ന 5 or 10 കുട്ടികൾ കൂടി നമ്മുടെ ലെറ്റ് us forget about ഫേസ്ബുക്ക് ഓർ Instagram or so,
അറ്റ്ലീസ്റ്റ് നമ്മുടെ ഫോൺ പേ പോലുള്ള ഒരു സംവിധാനമെങ്കിലും കൊണ്ടുവന്നാൽ നോക്കൂ, അത് വരുന്ന ജനറേഷനിൽ നിങ്ങളുടെ കോളേജിലുള്ള മറ്റു കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മോട്ടിവേഷൻ നിങ്ങൾ ഇമാജിൻ ചെയ്യാൻ കഴിയാത്തതായിരിക്കും. ബൈജൂസ് പോലൊരു ആപ്പ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് അതിന്റെ വോളിയം ഓഫ് ബിസിനസ് കൊണ്ടോ അതിന്റെ എത്ര വലിയ റിച്ച് ആയി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് അതിന്റെ ഒരു പോസിബിൾ ഇമ്പാക്റ്റിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ നമ്മളെല്ലാവരും ഫേസ്ബുക്കിന്റെ മാർക്ക് സക്കർബർഗിനെയോ അല്ലെങ്കിൽ ബൈജു രവീന്ദ്രനെയോ കാണുന്നത് അയാൾ എത്രത്തോളം ക്യാഷുകാരനാണെന്നുള്ള ഒരൊറ്റ ആസ്പെക്റ്റിലാണ് പലപ്പോഴും മീഡിയാസ് അവരെ പ്രൊജക്ട് ചെയ്യുന്നത്. പക്ഷെ അതിനൊരു അതർ സൈഡ് ഉണ്ട്. അവരുടെ ഒരു ഇമ്പാക്ട് എത്രയാണെന്ന് ആലോചിച്ച് നോക്കും. സക്കർബർഗ് ഒരു ദിവസം നിങ്ങളുടെ എത്ര മണിക്കൂറുകൾ അടിച്ചു മാറ്റുന്നുണ്ടെന്ന് ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പം അത്രയും വലിയൊരു ഇമ്പാക്ട് ലോകത്തുള്ള കംപ്ലീറ്റ് യങ്സ്റ്റേഴ്സിലും ഉണ്ടാക്കിയ ഒരാളാണ് സക്കർബർഗ് എന്നുള്ളതാണ് പുള്ളിയുടെ പ്രത്യേകത. സിമിലർ കേസാണ് ബൈജൂസിന്റെ കാര്യത്തിൽ. അപ്പം അത്തരത്തിലുള്ള ഒരു ആശയം നിങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കി സക്സസ്ഫുൾ ആയി കാണിച്ചു കൊടുക്കുമ്പോഴാണ് നിങ്ങളുടെ കൂടെയുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ജൂനിയേഴ്സ് ആയിട്ടുള്ള ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുക. പ്രോബബ്ലി ദാറ്റ് ഈസ് ദി probably easiest solution to bring in a change in the system. Thank you, sir. Thank you so much. Thank you, sir. Ini ആർക്കെങ്കിലും questions ചോദിക്കാനുണ്ടെങ്കിൽ you can raise your hands or type it in the chat box. I think it's already 8:15. Sir, we have a very last question. Yeah. There are numerous attempts for people required to crack the UPSC civil service examination. How can one stay focused and optimistic throughout the journey without getting disheartened? ഇത് വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും അത് എത്രത്തോളം ടഫ് ആകുന്നോ അത്രത്തോളം അറ്റംപ്റ്റ്സും ഇയേഴ്സും നമുക്ക് അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതുണ്ടാകും, ടൈം സ്പെൻഡ് ചെയ്യേണ്ടതുണ്ടാകും. തീർച്ചയായിട്ടും അതിൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കാനുള്ള ഏക സൊല്യൂഷൻ എന്ന് പറയുന്നത് അഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊന്ന് ധാരണ ഉണ്ടാവുക, വെദർ യു ആർ മെൻ ഫോർ ദിസ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ സ്വയം ഒരു വിശ്വാസം ഉണ്ടാവുക. രണ്ട്, നിങ്ങൾക്ക് ഇത് കിട്ടിയേ തീരൂ എന്നുള്ള ഒരു വാശി ഉണ്ടാവുക എന്നുള്ളത്. ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പലപ്പോഴും വളരെ ഡിപ്രസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇതിൽ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഒരു സൊല്യൂഷൻ. രണ്ടാമത്തെ സൊല്യൂഷൻ എനിക്ക് തോന്നുന്നു റാദർ ദാൻ വി പ്ലാൻ a year program or say 2-year 3-year program അത് ചെയ്യുന്നതിന് പകരം ചെറിയ ചെറിയ ഗോൾസും സ്കെഡ്യൂൾസും ഉണ്ടാക്കി അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓരോ മാസം നമ്മൾ വായിക്കേണ്ട ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുകയും ഓരോ ആഴ്ച വായിക്കേണ്ടതും ഓരോ ദിവസം വായിക്കേണ്ടതും ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുകയും ഒരു മണിക്കൂർ വായിക്കേണ്ട ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുകയും അതിനനുസരിച്ച് നമ്മൾ പോവുകയും ചെയ്താൽ കുറച്ചുകൂടി റിസൾട്ട് ഉണ്ടാകും, കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ദിസ് ഈസ് സംതിങ് വിച്ച് ഐ ഹാവ് പ്രാക്ടീസ്. ശരിയാണ്, നമ്മളിപ്പം 2 ദിവസം 3 ദിവസം വരെയൊക്കെ വായിക്കുന്നുണ്ടാകും, 4 ദിവസം ഒരു പക്ഷെ ഒന്നും പഠിക്കുന്നുണ്ടാവില്ല. സ്റ്റിൽ യു ക്യാൻ ഈസിലി ഗെറ്റ് ബാക്ക് ടു ദി ട്രാക്ക് ഇഫ് യു ഹാവ് എ പ്രോപ്പർ പ്ലാൻ ഫോർ ദി ഇയർ. അപ്പം നമ്മുടെ ഒരു പേസ് അനുസരിച്ച് വേണം നമ്മളത് ഷെഡ്യൂൾ ചെയ്യാനായിട്ട്. നമ്മുടെ തീർച്ചയായിട്ടും ഇടയിൽ നമുക്ക് മിസ് ചെയ്യുന്ന ചില ദിവസങ്ങൾ കൂടി പ്ലാൻ ചെയ്ത് വേണം നമ്മളത് ഷെഡ്യൂൾ ഇടാനായിട്ട്. ആൻഡ് അറ്റ്ലീസ്റ്റ് 60 to 70%, 70 to 80% എങ്കിലും നിങ്ങളുടെ ഷെഡ്യൂളിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും യു ആർ ഗോയിങ് ടു ബി സക്സസ്ഫുൾ. Thank you so much, sir. This question was asked by Amalu. So, sir, can you give a feedback about this session? We are about to wind up. It's some of you who have to give me feedback. I was talking so far, and I should be giving you feedback, right? That's what you think. Okay, sir. Anyone from the audience? Hello, sir. Yeah, hi.
Yes, ഞാൻ ആര്യ സീരിയസ് എസ് സ്റ്റുഡന്റ് ആണ്. സോ ആക്ച്വലി വണ്ടർഫുൾ സെക്ഷൻ ആയിരുന്നു സർ. കാരണം ന്യൂ സർ ആണ് വരുന്നത് എന്നുള്ളപ്പോൾ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ്. മീൻസ് എന്തൊക്കെ ചോദിക്കണം, ഓൾറെഡി എല്ലാ UPSC ആസ്പിറൻസിനും കാണണം, അല്ലെങ്കിൽ ഒരാളെങ്കിലും സംസാരിക്കണം, ഒന്ന് ഇന്ററാക്ട് ചെയ്യണം, അല്ലെങ്കിൽ തന്റെ മനസ്സിലുള്ള ക്വസ്റ്റ്യനുകൾ ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് ന്യൂസർ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ്. സോ ആ ഒരു വ്യക്തിയെ CETNസിൽ നിന്ന് 1 മണിക്കൂർ സ്വന്തമായി കിട്ടി എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ് സർ. സോ സാറുടെ ഈ 1 മണിക്കൂർ ഇവിടെ ചെലവഴിച്ചതിൽ വളരെയധികം താങ്ക്സ് ഉണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് ഒരുപാട് പേര് ചോദിച്ചത്. സാറിന്റെ ഒരു ഇന്റർവ്യൂല് സാർ പറയുകയുണ്ടായി, സാർക്ക് ഭീഷണികളിൽ പേടിയില്ല, എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാൻ, ഏത് കാലത്ത് ഇന്ത്യയിൽ ജമ്മു കാശ്മീരിൽ അല്ലെങ്കിൽ കന്യാകുമാരിയിൽ ഇട്ട് കഴിഞ്ഞാലും എവിടെ പോയാണെങ്കിലും എനിക്ക് ജോലി ചെയ്യാൻ യാതൊരു പേടിയുമില്ല, അങ്ങനെ ഭീഷണിപ്പെടുത്തി എന്നെ ഒരു ഇതിലേക്ക് വഴങ്ങിക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ള ഒരു ഇന്റർവ്യൂവിൽ സാർ പറയുകയുണ്ടായി. സോ ഇങ്ങനത്തെ ഒരു മോട്ടിവേഷൻ ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ വേർഡ്സ് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും യെസ് നമുക്ക് ഇതുപോലെ തന്നെ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ബ്യൂറോക്രാറ്റ് അല്ലെങ്കിൽ നല്ലൊരു പേഴ്സൺ ആയിരിക്കണം. UPSC ആസ്പിറന്റ് അല്ലെങ്കിൽ ഓഫീസർ അല്ലാതെ ഒരു ഹ്യൂമൻ ബീയിങ് മറ്റുള്ളവരുടെ ഭീഷണിയിലേക്ക് അല്ലാതെ സ്വയമായിട്ടുള്ള സ്റ്റാൻഡുകൾ നിലനിർത്തിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാവും എന്നുള്ളത് സാർ ഒരുപാട് ഇന്റർവ്യൂസിലും സാറിന്റെ ജീവിതത്തിലും സാർ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ ഒരു ഇന്ററാക്റ്റീവ് സെക്ഷനും അതുപോലെ തന്നെ ആയിരുന്നു സർ. വളരെ പേഷ്യന്റ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസിനും വളരെ ക്ലാരിറ്റിയോട് കൂടി ഒരുപാട് എന്താ പറയാ നോ വേർഡ്സ്, സാറിന്റെ ഈ സെക്ഷനെ കുറിച്ച് വാക്കുകളില്ല എന്ന് വേണം പറയാൻ. അത്രയ്ക്കും വളരെ മനോഹരമായിട്ട് സാർ ഇന്നത്തെ സെക്ഷൻ ഹാൻഡിൽ ചെയ്തു. വെരി താങ്ക്സ് സർ. ഇത്രയും അധികം ക്വസ്റ്റ്യൻസും ഞങ്ങളുടെ CETNസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. താങ്ക് യു സോ മച്ച് സർ ഫോർ ദിസ്. ആൻഡ് ഇത് നമ്മളുടെ കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ ഇതോടുകൂടി മൂന്നാമത്തെ വർഷമാണ് നമ്മളുടെ ചായ് ടോക്സ് 3.0 ഫസ്റ്റ് സെക്ഷൻ ന്യൂസർ ന്യൂസർ കണ്ടക്ട് ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. വെരി വെരി താങ്ക്സ്. ആൻഡ് IEDC സെൽ ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് സാറിനെ തന്നെ ഫസ്റ്റ് കൊണ്ടുവന്നതിൽ വളരെയധികം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. അവർക്ക് വലിയൊരു താങ്ക്സ് ഞാൻ നൽകുകയാണ്. സാറിനെ ഇവിടെ എത്തിച്ചതിലും ഒരുപാട് CETNസിന്റെ ഐ ഓപ്പൺ ആവാൻ ഒരു കാരണമായതിനും താങ്ക് യു സർ. താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സെഷനെ കുറിച്ച് ചോദിച്ചതിന്റെ എന്റെ മറുപടി ഇതാണ്. എനിക്ക് തോന്നുന്നു റാദർ ദാൻ സാധാരണ സെഷൻസ് ഞാൻ അറ്റൻഡ് ചെയ്യാറുള്ള ഒട്ടേറെ സെഷൻസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. വളരെ മണ്ടൈൻ ആയിട്ടുള്ള വളരെ റുട്ടീൻ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിനേക്കാൾ കുറച്ചുകൂടി തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. I expected the same from you guys and you kept up to the standard. അപ്പോൾ അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. പിന്നെ റാദർ ദാൻ we having a nonsense meaningless discussion, കുറച്ച് പർപ്പസ്ഫുൾ ആയിട്ടുള്ള മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആകുന്നതാണ് തീർച്ചയായിട്ടും എനിക്കും സന്തോഷം. അതല്ലെങ്കിൽ ചുമ്മാ നമ്മൾ എന്തിനോ വേണ്ടി സാർ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങിയത്, എപ്പോഴാണ് പഠിച്ചു തുടങ്ങിയത് എന്നുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ കേട്ട് മടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഇറ്റ് ഡസന്റ് മാറ്റർ ഞാൻ എന്ത് എപ്പോ എങ്ങനെ എന്നുള്ളതൊന്നും മാറ്റർ ചെയ്യുന്നില്ല. അങ്ങനത്തെ ക്വസ്റ്റ്യൻ അല്ലാതിരുന്നത് കൊണ്ട് തന്നെ ഇറ്റ് വാസ് എ വണ്ടർഫുൾ സെഷൻ ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് അറ്റ്ലീസ്റ്റ് some of you have benefited out of this session. Thank you so much for inviting me to this session. I actually wanted to attend your session in a physical setting because അത് കുറച്ചുകൂടി കമ്മ്യൂണിക്കേറ്റിംഗ് ആയിരിക്കും, കുറച്ചുകൂടി കൺവിൻസിങ് ആയിരിക്കും, കുറച്ചുകൂടി നിങ്ങളുടെ പൾസും നിങ്ങളുടെ റിക്വയർമെന്റും നിങ്ങളുടെ മൂഡും അനുസരിച്ച് മറുപടി പറയാനായിട്ട് പറ്റും, which is not possible with an online session. അങ്ങനെ ഒരു പരിമിതി മാത്രമാണ് ഇതിലുണ്ടായിരുന്നുള്ളൂ. Otherwise, this was a wonderful session and thank you so much for inviting me. Thank you. Thank you so much sir for your valuable words. ശരിക്കും ഇത് വളരെ ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയായിരുന്നു. ഇപ്പൊ ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ കാരണം കൊണ്ടാണ് 100 പാർട്ടിസിപ്പൻസിലേക്ക് നമുക്ക് ഒതുക്കേണ്ട സാഹചര്യം വന്നത്. അല്ലാത്ത പക്ഷം സാറിന്റെ ഈ സെക്ഷൻ യൂട്യൂബിൽ ഇപ്പോ ലൈവിൽ ഒരുപാട് പേര് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ താങ്ക്സ് സർ ഫോർ അറ്റൻഡിംഗ് ദി സെക്ഷൻ. Thank you. I think shall we wind up? Yes, sir. Thank you for joining us on behalf of Chai Talks, IEDC CET. We appreciate you for spending your valuable time with us. Thank you so much once again and have a wonderful night.
ഹലോ ഹലോ കേൾക്കാവോ? ഷോൺ, Yes, ആര്യ, yes, yes. പ്രോഗ്രാമിൽ പോലെ കേട്ടോ. ഹലോ, ഹലോ. ലാസ്റ്റ് 2 ആൾക്കാരെ റിമൂവ് ചെയ്തു, അല്ലാതെ വേറെ ചെയ്തില്ല. ലാസ്റ്റ് 2 ആൾക്കാർ റിമൂവ് ചെയ്യേണ്ടി വന്നു. പണി പോലെ കഴിഞ്ഞില്ലേ? ആരെ കഴിഞ്ഞോ? നമുക്കൊന്ന് ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ട്. അതിൽ മീറ്റിംഗ് സെപ്പറേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് താഴെ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. ലെഫ്റ്റ്. ഓക്കെ, താങ്ക് യു. സാറിനൊക്കെ ബിസി ആയ ആളാണ് ആര്യ. എന്റെ പൊന്നോ, ശരി, എങ്ങനെയുണ്ടായിരുന്നു? നന്ദന ഇത് ശരിക്കും നന്ദി പറയുന്ന യൂട്യൂബില് ലൈവ് എൻഡ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത് സ്ട്രീമിംഗ് പോവേ. കഴിഞ്ഞോ? യൂട്യൂബിൽ സ്റ്റോപ്പ് ആക്കിയോ? ഹലോ, നിങ്ങൾ ലീവ് ആയിക്കോളൂ. നമുക്ക് മീറ്റിംഗ് പിന്നെ വെക്കാം. 9 മണിക്ക് ശേഷം വെക്കാം.